ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പെട്ടെന്ന് കിട്ടാക്കടം കിട്ടും. അതിന് ഇത് ചെയ്താൽ മതി. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ശിവവിദ്യയാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. വെറുതെ പോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ ചെയ്തു നോക്കി കിട്ടാക്കടം കുറച്ചെങ്കിലും കിട്ടിയാലും അല്ലെങ്കിൽ മുഴുവനും കിട്ടിയാലും വലിയ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക, അതിൽ തെറ്റില്ല. ചെയ്തവർക്ക് പലർക്കും കിട്ടാക്കടങ്ങൾ കിട്ടിയ അനുഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു നോക്കുക. നാളെ ഒരു അനുഭവം ഞാൻ പറഞ്ഞായിരുന്നു. 8 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്ന ഒരു 4 ലക്ഷം രൂപയോളം കിട്ടി. എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെറിയൊരു ദക്ഷിണ വെച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഇവിടെ വെച്ചിട്ട് സന്തോഷത്തിനങ്ങ് പോയി. 2000 രൂപ ഇത് സ്വീകരിക്കണമെന്നും പറയരുതെന്ന് പറഞ്ഞു. കാരണം ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഏതായാലും വെറുതെ പോകുന്നതിനെക്കാട്ടും നല്ലതാണ്. പകുതി കിട്ടിയാലും കുറച്ച് കിട്ടിയാലും അല്ലെങ്കിൽ മൊത്തം കിട്ടിയാലും സന്തോഷം. നിങ്ങൾക്കത് ഏറ്റവും നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാറുള്ളൂ. അത് വെറുതെ പോകുന്നതിനെക്കാട്ടും നല്ല. 1 രൂപയാണെങ്കിലും വെറുതെ പോയാൽ അത് വളരെ കഷ്ടമല്ലേ. നമ്മൾ അധ്വാനിച്ച പൈസയല്ലേ. നമ്മൾ കൊടുത്തിട്ട് ചിലപ്പോൾ അത് കിട്ടാതെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന പൈസ, അത് കിട്ടാനുള്ള വിദ്യകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശിവവിദ്യയാണ് പറയുന്നത്. ഈ ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ശരനൂൽ രഹസ്യം പറയാൻ പോകുന്നത്. അത് ആരും പറഞ്ഞു തരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നോക്കി അറിയാം, കണക്കുകൾ കള്ളത്തരം പറയത്തില്ലല്ലോ. ഞാൻ വീഡിയോ ഇടുന്ന ഡേറ്റ് നോക്കി അറിയാമല്ലോ ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഭഗവാന്റെ അനുഗ്രഹം. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഏതൊരാൾക്കും ധാരാളം ആളുകളുടെ ഒരു ജീവിതം മാറ്റിയ കാര്യമാണ്. അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ശിവഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സ്മരിക്കുന്നു. എല്ലാം ഭഗവാന്റെ അറിവാണ്. ഇതൊന്നും എൻ്റെ അല്ല, ഞാൻ പറയുന്നതേ ഉള്ളൂ. ഭഗവാൻ തരുന്ന ജ്ഞാനം. എൻ്റെ ഉള്ളിൽ ഞാനെന്നുള്ള ഭാവവും ഞാനില്ല, ഭഗവാൻ തന്നെയാണ്, ശിവബോധം തന്നെയാണ്. ആ ഭഗവാനിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം പറഞ്ഞു തരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധൈര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവട്ടെ. ജീവിക്കാനുള്ള ധൈര്യമാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ജീവിക്കാനുള്ള ധൈര്യം, ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം, ഒരു കാര്യം പറയാനുള്ള ധൈര്യം, അതാണ് ഏറ്റവും പ്രധാനം. അത് ഈശ്വരനാണ്. ആ ധൈര്യം ഈശ്വരനാണ്. ആ ധൈര്യമുള്ളവരാണ് എല്ലാം നേടിയിരിക്കുന്നത്. അല്ലാതെ അറിവോ കഴിവോ ഒന്നും അല്ല. അതൊക്കെ വേണം. അതിൻ്റെ അപ്പുറത്തൊരു ധൈര്യം, ജീവിക്കാനുള്ള ധൈര്യം വേണം. ഒരു കാര്യം ചെയ്യാനുള്ളൊരു ധൈര്യം വേണം. അത് ഈശ്വരനാണ്. ആ ധൈര്യം അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ആർക്കും ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല. കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമില്ല. തമ്പുരാൻ തരണം. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല. ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട നല്ല പ്രാർത്ഥനകളും വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയത്തുള്ളൂ, നല്ല കാര്യമേ പറയത്തുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത, ശരനൂൽ രഹസ്യം, ശിവരഹസ്യം ഞാൻ പറയുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അതുപോലെ ഭദ്രകാളി വിദ്യ, അത് ഞാൻ പറയുന്ന ആരും പറയത്തില്ല. എന്ന് വെച്ചാൽ അത് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ. അതുപോലുള്ള നല്ല കാര്യങ്ങളാണല്ലോ, സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇപ്പം ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരും. അവരെത്ര നാളായിട്ട് വിളിച്ച് അവർ ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും ഡേറ്റ് കൊടുത്തിട്ടില്ല. മറ്റൊന്നുമല്ല, അവർ നമ്മുടെ ഫോളോവർ തന്നെയാണ്. നമ്മൾ നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഫോളോ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി അതിന് സമയം അനുവദിക്കാൻ പറ്റുന്നില്ല. കാരണം വർക്കുകൾ തീരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇതുവരെ ഡേറ്റ് കൊടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞ സാഹചര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു സാഹചര്യമാണ്. കാരണം എടുത്ത വർക്കുകൾ പലതും പെൻഡിങ് ആയിട്ട് കിടക്കുക, തീർക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ മുറിയിൽ വന്നിരിക്കണമെങ്കിൽ അതിനൊരു യോഗം വേണം. ഈ മുറിയിൽ എല്ലാ സിദ്ധന്മാരും ഉണ്ട്. കണ്ടോ, ഇതുണ്ടോ? അഗസ്ത്യരെ, തിരുമൂലരെ, സാക്ഷാൽ ശിവഭഗവാൻ അഗസ്ത്യരെ, തിരുമൂലരെ, കോരക്കരെ, കാകാപുശുണ്ടരെ,
എന്ന് വേണ്ട. ഷിർദി ബാബ, ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാദർ, പൂന്തുറ സ്വാമി, ബക്രിയ ബാബാജി, ലാഹരി മഹാശയൻ, യുക്തേശ്വരഗിരി, യോഗാനന്ദ പരമഹംസ എന്ന് വേണ്ട സകല സമസ്ത ആ സിദ്ധന്മാരുടെ സാന്നിധ്യം ഈ മുറിയിലുണ്ട്. ഇവിടെ ചുമ്മാ ഒരാൾക്ക് വന്നിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പിന്നെ ഒന്നാമത്തെ കാര്യം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. എനിക്ക് നേരിട്ട് വന്നാൽ വാട്സപ്പിലെ വർക്ക് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലർ ഒരുപാട് നാളായിട്ട് വിളിച്ച് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു സാഹചര്യം അനുവദിക്കുമെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അവർ വരുന്നത്. അങ്ങനെ അതൊരു ഒരു 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 ഈശ്വരൻ്റെ നിയോഗമാണ്. ഇവിടെ ഇരുന്നിട്ട് പോകുമ്പം തന്നെ അയാളുടെ തലയിലെടുത്ത് മാറും. എന്ന് കരുതി എല്ലാവരും വരാനും പറഞ്ഞ് ചോദിക്കരുത് കേട്ടോ. അതൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ ഈശ്വരൻ അനുവദിക്കുക എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വർക്ക് നടക്കത്തില്ല. അതുകൊണ്ടാണ് നേരിട്ട് വർക്ക് എടുക്കാത്തത്. അപ്പോൾ ഞാനൊരു ഗുരുവെന്ന്, നിനക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്ന ഒരു ഗുരുവെന്ന് നിങ്ങൾ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ചോദിക്കരുത് കേട്ടോ. ഇനി വീഡിയോ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നോട്ടെ ചോദിക്കരുത്, സമയമില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇവിടുത്തെ ഈശ്വര സാന്നിധ്യത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഗുരുത്വം കളയരുത്, ഞാൻ പറയുന്നതിനപ്പുറം ചോദിക്കരുതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ കിട്ടാക്കടം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഈ വിദ്യ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകിയിരിക്കണം. കുളിച്ചാലും കൊള്ളാം, കുളിച്ചില്ലേലും കൊള്ളാം, കൈയും കാലും മുഖവും കഴുകുക. എന്നിട്ട് നിങ്ങളുടെ ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. ഇടത് മൂക്കടച്ച് വലത് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. എന്നിട്ട് വലത് മൂക്കടച്ച് ഇടത് മൂക്കിൽ കൂടെ നീട്ടി വിടണം. അതായത് ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആദ്യം ഒരു തവണ ചെയ്യേണ്ട രീതി പറയണം. ഒരു തവണ വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇടത് മൂക്കിൽ കൂടെ വിടുക. വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ഈ ശ്വാസം വന്നിട്ട് കണ്ട് ഈ നെറ്റിയുടെ അകത്തൂടെ, നെറ്റിയുടെ ഉള്ളിലും തട്ടുന്നതായിട്ട് സങ്കല്പിക്കണം. എന്നാലേ ബലം കിട്ടത്തുള്ളൂ. പിടിച്ചു നിർത്തണ്ട. അപ്പോൾ ശ്വാസം നിങ്ങളുടെ വലത് മൂക്കിൽ കൂടെ എടുത്ത്, അപ്പോൾ ഇടത് മൂക്ക് അടച്ചു പിടിക്കുക. വലത് മൂക്കിൽ കൂടെ എടുത്ത് ഇവിടെ നിന്ന് തട്ടുന്നതായിട്ട് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടെ നീട്ടി വരണം. അപ്പം വലത് മൂക്ക് അടച്ചു പിടിക്കണം. ഇത്രയും കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം. മനസ്സിൽ ആ ഒരു സങ്കല്പം കൂടെ കൊടുക്കണം. അത് ഒരു തവണ ചെയ്യുക. അതിനുശേഷം കൈ വയ്ക്കാതെ തന്നെ, കൈ ഇങ്ങനെ ഒരു മൂക്ക് അടച്ച് പിടിക്കാതെ, ഇനിയും ചെയ്യേണ്ടത് ഒരു മൂക്ക് അടച്ച് പിടിക്കാതെ വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്തിട്ട് ഇവിടെ തട്ടും, ഇവിടെ ഒന്ന് തട്ടുന്നതായിട്ട്, നെറ്റിയുടെ ഉള്ളിൽ തട്ടുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കാരാണോ പൈസ തരേണ്ടത് അയാളുടെ പേരും അയാളുടെ രൂപവും ചിന്തിക്കുക. എന്നിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടെ നീട്ടി വിടുക. മനസ്സിലായല്ലോ? വലത് മൂക്കി, അപ്പോൾ അവിടെ പിന്നെ ശ്വാസം എടുക്കാത്ത മൂക്ക് വിരൽ കൊണ്ട് അടച്ച് പിടിക്കണ്ട. ഒരു പ്രാവശ്യം വിരൽ കൊണ്ട് അടച്ച് പിടിച്ച് അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം വിരൽ കൊണ്ട് അടച്ച് പിടിക്കാതെ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. വലത് മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇവിടെ തട്ടുമ്പം ആരാണോ നമുക്ക് പൈസ തരാനുള്ള അവരുടെ രൂപം മനസ്സിൽ ചിന്തിച്ച്, പേരൂടെ മനസ്സിൽ ജസ്റ്റ് സെക്കൻഡുകൾ മതി ചിന്തിച്ചിട്ട്, ശ്വാസം പിടിച്ചു നിർത്തണ്ട, ജസ്റ്റ് ചിന്തിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇടത് മൂക്കിൽ കൂടെ നീട്ടി വിടുക. ഇതൊരു 3 തവണ ചെയ്യുക. അപ്പോൾ ഇത് രാവിലെ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യാം. വൈകിട്ട് കൈയും കാലും മുഖവും കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യാം. ഒരു 11:45, ഒരു 11:30 ആ സമയത്തും ഈ വിദ്യ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 3 സമയമാണ് പറയുന്നത്. ഒന്ന് രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യാം. 2 ഒരു 11:45 ആ ഒരു അറൗണ്ട് ആ ടൈമിൽ ചെയ്യാം. അപ്പം കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്താൽ മതി. 3 വൈകുന്ന പാട് ചെയ്യാം. ഇനിയിപ്പം രാവിലെയും വൈകിട്ടും മാത്രം ചെയ്താലും മതി. ഈ 11:45 ചെയ്യണം നിർബന്ധമില്ല. വീട്ടിൽ ഇരിക്കുന്നവർക്ക് വേണം 11:45 ചെയ്യാം. ജോലിക്കൊക്കെ പോകുന്നവരാണ് രാവിലെയും വൈകിട്ടും ചെയ്താൽ മതി ഈ വിദ്യ. പിന്നെ ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പം ആവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആവർത്തിച്ചാലും നല്ലതാണ്. ഒരു ദിവസം തന്നെ പലതവണ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുളിമുറി കയറിയെന്ന് ചെയ്താലും മതി. ആരും കാണാതെ ചെയ്താലും ഫലം ഉണ്ടാകും. ഇപ്പം ഒരു ജോലി ചെയ്യുന്ന ഓഫീസാണ്. ആ ഓഫീസിനൊരു കുളിമുറി, ഒരു ടോയ്ലറ്റും കാണുമല്ലോ.
അപ്പം അത് കുളിമുറിയായിട്ട് ഉണ്ടെങ്കിൽ കുളിമുറി കയറി നിന്ന് ചെയ്യുക. ഇനിയിപ്പം ടോയ്ലറ്റ് മാത്രമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പ്രൈവസി ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് ചെയ്യാം. അപ്പം നമ്മളിത് ഓഫീസിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം. വീട്ടിൽ ഇരിക്കുന്നവർക്കും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ ആവർത്തിക്കുക. ഇനി ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ രാവിലെയും വൈകിട്ടും മാത്രം ചെയ്യുക. പിന്നെ പറ്റുന്നവർ ഫ്രീ ആയിട്ട് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം. കൂടുതൽ ചെയ്താൽ നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ആ വ്യക്തിയായിട്ടൊരു കണക്ഷൻ വരും. നമ്മൾ പറയുന്ന ആ വ്യക്തി അനുസരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തരും. പിന്നെ നിവൃത്തി ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം സമയമെടുക്കും. അവർക്ക് അതിനൊരു സാവകാശം കൊടുക്കണം. അതാ എൻ്റെ മര്യാദ. ഇപ്പോൾ ചിലർ നിവൃത്തിയോടുകൊണ്ട് താമസിപ്പിക്കും. അപ്പോൾ അവർക്കൊരു സാവകാശം കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു സത്യസന്ധത, ഒരു നേര്. ഇനി നമുക്ക് ചിലരുണ്ട് പൈസ ഉണ്ടെങ്കിലും നമുക്ക് മനഃപൂർവ്വം തരാതിരിക്കുന്നവരുണ്ട്. അവർ കൊണ്ടത്തരും. അവരുമായിട്ടൊരു ശാസ്ത്രവിദ്യ കൊണ്ട് അവരുമായിട്ടൊരു സംഭവം വരും, ഒരു കണക്ഷൻ വരും. അപ്പോൾ അവർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടത്തില്ല. അവരെങ്ങനെങ്കിലും അത് കൊണ്ടുതരാൻ നിർബന്ധിതരാകും. പിന്നെ നിങ്ങൾക്കിടയ്ക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാം. അതുകൂടെ ചെയ്തോണം. അത് നമ്മുടെ ഭാഗം കൂടെ നമ്മൾ ചെയ്തോണം ഈ വിദ്യ ചെയ്യുന്നതോടൊപ്പം. അപ്പോൾ ഇത് ശിവവിദ്യയാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഒരു 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 അല്പസമയം മിണ്ടാതിരിക്കണം. വെറുതെ ഇരിക്കുക, മിണ്ടാതിരിക്കുക. ഒരു ചിന്തയില്ലാതെ മിണ്ടാതിരിക്കുക. ചിന്തിക്കുകയും ചെയ്യരുത്. എന്നിട്ട് ഈ വിദ്യ ചെയ്യുക. ഈ വിദ്യ ചെയ്ത് കഴിഞ്ഞ് ഒരു അല്പനേരം നിങ്ങൾ മിണ്ടാതിരിക്കുക. മനസ്സിലും ഒന്നും ചിന്ത കാണരുത്. നിങ്ങൾ മിണ്ടുകയും ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ ഇത് പെട്ടെന്ന് ഫലം ലഭിക്കും. പെട്ടെന്ന് ഫലം ലഭിക്കണമെന്നുള്ളവർ ഇങ്ങനെ ചെയ്യുക. പതുക്കെ ഫലം ലഭിക്കണമെന്നുള്ളവർ ഇങ്ങനെ ചെയ്യണ്ട. സാധാരണ പോലെ ചെയ്താൽ മതി. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പ് അല്പം മൗനമായിട്ടിരിക്കുക. ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ മൗനമായിട്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക മാത്രമല്ല, മനസ്സിലും ഒന്നും ചിന്തിക്കരുത്. മിണ്ടുകയും ചെയ്യരുത്, മനസ്സിലും ചിന്തിക്കരുത്. എന്നിട്ട് ഈ വിദ്യ ചെയ്യുക. ഈ വിദ്യ ചെയ്തു കഴിഞ്ഞും ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മൗനമായിട്ടിരിക്കുക. മിണ്ടുകയും ചെയ്യരുത്, മനസ്സിലും ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടും. ആ വ്യക്തി നമ്മളുമായിട്ട് പെട്ടെന്നൊരു ഇതാകും. പൈസ തരാനുള്ള നീക്കങ്ങൾ തുടങ്ങും. നമ്മളിന്നിട്ട് അവരോട് ചോദിക്കുകയും കൂടെ ചെയ്യണം. അവരോട് ചോദിക്കേണ്ട എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം. അതും ഞാൻ ഇങ്ങനെ ചോദിച്ച പലരും പല കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കാത്ത കാര്യങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അത് പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ചിലപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ പറയും ഇങ്ങനെ ചെയ്തിട്ട് ഫോൺ വിളിക്കാൻ പറയും. അവർ ചിലപ്പോൾ സമ്മതിച്ചോളൂ. അങ്ങനെ പിന്നെ വീട്ടിൽ ഭാര്യയും ഭർത്താവും നമ്മളെ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താവല്ലേ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ട് സംസാരിക്കുക, പ്രശ്നം പരിഹരിക്കും. പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അത് ആ വിദ്യ കൂടെ പറഞ്ഞുതരാം. ചോദിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ചെയ്യുമ്പോൾ ആദ്യം അല്പനേരം മൗനമായിട്ടിരിക്കുക. മിണ്ടാതിരുന്നാൽ പോരാ, മനസ്സിലും ചിന്തയൊന്നും കാണരുത്. എന്നാലേ ഫലം ഉണ്ടാകും. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം. ഒന്നുകിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം. ഏറ്റവും അത് മനസ്സിലൊന്ന് കാണണം. എന്നിട്ട് ഈ ശിവവിദ്യ ചെയ്യുക. ശിവവിദ്യ ചെയ്തിട്ട് നിങ്ങൾ ചേരം മിണ്ടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഫലമാകും. ഇതൊക്കെ ഓരോ രഹസ്യങ്ങളാണ്, ടെക്നിക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, എത്ര സത്യസന്ധമായി ചെയ്യുന്നു, എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, നിങ്ങളതിൽ എത്ര വിശ്വസിക്കുന്നു എന്നനുസരിച്ച് ആ ഫലം വരുന്നതും വരാത്തതുമല്ല കേട്ടോ. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ, അതായത് നിങ്ങളുടെ പൈസ വല്ലവരുടെയും കിടക്കുക, നിങ്ങൾ കൊടുത്ത പൈസയാണ്, അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ലെ അത് വെറുതെ ആയിപ്പോവും. അപ്പോൾ ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ ഉപകരിക്കും. ഇനി ആ വ്യക്തി വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് ഒന്നുകൂടെ പറയാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് മനസ്സുകൊണ്ട് ജപിച്ചിട്ട്, ഭഗവാനെ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, എനിക്ക് പൈസ തരാനുള്ള ഉദ്യോഗം, എനിക്ക് പൈസ തരാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിച്ച് അത് പ്രവർത്തിപ്പിക്കണമേ, ഭഗവാനെ എനിക്ക് സഹായമായി നിൽക്കണേ, എല്ലാവരും എനിക്ക് വശമായി നിൽക്കണേ, കൃഷ്ണ ഗോവിന്ദ ഇങ്ങനെ ഉച്ചരിക്കണം. ഇതിനൊക്കെ ശക്തിയുണ്ട്. കൃഷ്ണ ഗോവിന്ദ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ആ വ്യക്തിയെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയോ ചെയ്താൽ, ഒരു പ്രാവശ്യം അനുകൂലമായില്ലേ പോലും ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചാൽ ആ വ്യക്തി അനുകൂലമാകും. അയാൾക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ടോ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒരു അവധി വെച്ചാണെങ്കിലും നിങ്ങൾക്ക് അയാൾ തന്നു തീർക്കാൻ പരമാവധി ശ്രമിക്കും. അല്ലെങ്കിൽ ആ കാര്യം നടക്കുമെന്നുള്ളതാണ് പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യം. അത്ഭുതകരമായ കാര്യമാണ്.
ഇത് ശരനൂൽ രഹസ്യം, ശ്വാസരഹസ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ആ വ്യക്തിയെ വിളിക്കുമ്പോൾ അല്ലെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഈ 2 കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ശിവവിദ്യ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യണം, കൈയും കാലും മുഖം കഴുകിയിട്ട്, വൈകിട്ടും കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യണം. ആ ശിവവിദ്യ അതുപോലെ ചെയ്തോളുക. അത് പിന്നെ ഒരു ദിവസം തന്നെ പലതവണ ചെയ്യാമെങ്കിൽ ചെയ്യുക. അതോടൊപ്പം ആ വ്യക്തിയെ കാണുമ്പോഴും അല്ലെ ആ വ്യക്തിയെ ഫോണിൽ വിളിക്കുമ്പോഴും ചെയ്യേണ്ട വിദ്യയും പറഞ്ഞു തന്നു. അത് 2ഉം ചെയ്തുകൊള്ളണം. മനസ്സിലായല്ലോ? അത്ഭുതകരമായ കാര്യമാണ്, ആശ്ചര്യകരമായ കാര്യമാണ്. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല, ഒരുത്തരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞു തരാൻ പറ്റത്തില്ല. എങ്ങനെ പറഞ്ഞു തരുന്നത്? ഒന്നാമത് ഇത് അറിയണം. അത് അറിയണമെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ആ തമ്പുരാൻ്റെ കൃപമാണ്. ഞാൻ ശിവരാജയോഗം ചെയ്യുന്ന ആളാണ്, ക്രിയാകുണ്ടലിൽ പ്രാണായാമം സ്വീകരിച്ച ആളാണ്. എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലേക്ക് ഈശ്വരൻ തരുന്ന ചെറിയ ജ്ഞാനമാണ്. എങ്ങനെ ഈശ്വരൻ നമ്മളിലേക്ക് ജ്ഞാനം തരുന്നത്? പറഞ്ഞു തരുവാണ്? അല്ല. ഈ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ എനിക്ക് അവരിൽ നിന്നൊക്കെ പല വിദ്യകൾ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ബോധത്തിലേക്ക്, നമ്മുടെ അകക്കണ്ണിലേക്ക്, നമ്മുടെ ഉൾക്കണ്ണിലേക്ക്, നമ്മുടെ ജ്ഞാനത്തിലേക്ക്. അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഭഗവത്ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയല്ല. നമുക്കത് പറഞ്ഞു തരുന്നതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് ആ ഭഗവാൻ കൃഷ്ണൻ്റെ മനസ്സിൽ നിന്നും ആ ബോധം, ആ ഡേറ്റ അർജുനിലേക്ക് ട്രാൻസ്ഫർ ആവുക. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ അർജുൻ ആ ജ്ഞാനം ലഭിക്കുക. അല്ലാതെ ഒരുപാട് നേരം നിന്ന് ഇങ്ങനെ വാഗോണ്ട് പറയുകയല്ല. അത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ആ ജ്ഞാനം, ആ ബോധം അർജുൻ്റെ ഉള്ളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബോധം ചെല്ലുമ്പോഴാണ് അർജുന് ജ്ഞാനം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശ്വരന്മാരെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ നിന്നൊക്കെ ജ്ഞാനം ലഭിക്കുന്നത് അങ്ങനെയാണ്. ധ്യാനാവസ്ഥ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ബോധം വരും. അല്ലാതെ ഒന്ന് പറഞ്ഞു തരുമോ, പുസ്തകം വായിച്ചു തരുന്ന പോലെ വായിച്ചു തരുമോ, ഒന്നുമല്ല. അതാണ് ജ്ഞാനം. അറിവും ജ്ഞാനവും 2ഉം 2ആണ്. അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതാണ്. കണ്ണിലൂടെ കാണുന്ന കാര്യം, ചെവിയിലൂടെ കേൾക്കുന്ന കാര്യം, സ്പർശനത്തിലൂടെ അറിയുന്ന കാര്യം, രുചിച്ചറിയുന്ന കാര്യം, ഇതൊക്കെ അറിവാണ്. ജ്ഞാനം ഇതല്ല, അനുഭവമാണ് ജ്ഞാനം. 2ഉം 2ആണ്. അറിവ് പകർന്നു തരാൻ പറ്റും, ജ്ഞാനം പകർന്നു തരാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. ഒന്ന് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് കിട്ടേണ്ടതാണ്. അത് അങ്ങനെ പഠിപ്പിച്ചു തരാൻ പറ്റുന്നതല്ല ജ്ഞാനം അനുഭവമാണ്. അറിവേ പഠിപ്പിച്ചു തരാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ല ചുമ്മാ കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടോ കുറേ പ്രഭാഷണങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നും ശിവജ്ഞാനം ഉണ്ടായി വരികയില്ല, യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി വരികയില്ല. പുസ്തകജ്ഞാനമല്ല വേണ്ടത്, മസ്തകജ്ഞാനമാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിലെ ബോധത്തിലുള്ള ജ്ഞാനമാണ് വേണ്ടത്. അതാണ് സത്യം. ബാക്കി കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ഒക്കെ ഇവിടുന്ന് നമ്മൾ അറിയുന്നതാണ് അറിവുകൾ. അതുകൊണ്ട് തന്നെ അറിവുകൾ എന്നും നിലനിൽക്കുന്നതല്ല. ഉള്ളിലുള്ള ആത്മബോധം, ആ ജ്ഞാനം അതെന്നും നിലനിൽക്കുന്നതാണ്. അതറിയുന്നവനാണ് യോഗി, അതറിയുന്നവനാണ് ജ്ഞാനി. ആ ജ്ഞാനമാണ് അനുഭവം, അല്ലാതെ അറിവല്ല. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇതിനെയാണ് സനാതനമായ അറിവെന്ന് പറയുന്നത്. സനാതനമായ അറിവെന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ജ്ഞാനം ഉള്ളിലുള്ള ബോധജ്ഞാനമാണ്. അതിനെയാണ് ഋഷീശ്വരന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ വായി തോന്നുന്ന കാര്യം വിളിച്ചു പറയുന്നത് ജ്ഞാനമല്ല, അറിവല്ല. അത് അവരവരുടെ അഭിപ്രായമാണ്. അത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം കാണും. അവർ വിളിച്ചു പറയുന്നു, അത് ഈശ്വരജ്ഞാനമാണെന്ന് വിചാരിക്കരുത്. ഈശ്വരജ്ഞാനം തൻ്റെ ഈ ഉള്ളിൽ നിന്ന് വരണം. അത് സത്യബോധമാണ്, അത് ശിവബോധമാണ്, അത് നന്മയാണ്, അതെല്ലാവർക്കും നല്ലത് ചെയ്യുന്ന മാത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതറിയുന്നവൻ കണ്ടവനൊട്ട് മിണ്ടത്തുമില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല എന്നാണ് അഗസ്ത്യർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ യോഗീശ്വരന്മാരൊക്കെ അത് ലയിച്ചിരിക്കുന്നത്. അവർക്ക് സംശയമില്ലാത്തൊരവസ്ഥയുണ്ട്, മനസ്സിന് ചോദ്യം ഉത്തരം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ആ യഥാർത്ഥ ബോധം. അതൊരു തുരീയം എന്ന് പറയും. തുരീയം എന്ന് നിങ്ങൾ ഈ യൂട്യൂബിലും അല്ലെ നെറ്റിലുമൊക്കെ ഒരുപാട് തുരീയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശരിക്കും തുരീയത്തിൽ നമ്മളും ഇരിക്കാറുണ്ട്. തുരീയം എന്ന് പറഞ്ഞാലേ തുരീയത്തിൽ ഇരുന്നവൻ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതാ തുരീയം. പിന്നെ തുരീയമുണ്ട്. അപ്പോൾ നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയാണ്, ഞാനെന്ന ബോധമില്ലാത്ത അവസ്ഥയാണ്. അത് ഇരുന്നവൻ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയുന്നത്?
പറയുന്നതൊന്നും ആകത്തില്ല. അതുകൊണ്ടാണ് അഗസ്ത്യർ പറഞ്ഞിരിക്കുന്നത് കണ്ടവനൊട്ട് മിണ്ടത്തുമില്ല, മിണ്ടിയവനോട്ട് കണ്ടിട്ടുമില്ലെന്ന്. മനസ്സിലായോ? മിണ്ടുന്നതൊക്കെ വേറെ എന്തോ. തുര്യത്തെ ഇരുന്നവൻ തുര്യത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം തുര്യത്തെക്കുറിച്ച് കേട്ടവനാണ്, അനുഭവിച്ചവനല്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അറിവുകളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. സത്യജ്ഞാനത്തിൻ്റെ പുറകെ പോകണം, സത്യസന്ധമായ ജ്ഞാനത്തിൻ്റെ പുറകെ പോകണം, തിരിച്ചറിവുകളുടെ പുറകെ പോകണം. പലരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഉണ്ടായ ജ്ഞാനമാണ് വിളിച്ചു പറയുന്നത്. അതൊക്കെ അവരുടെ അറിവുകൾ മാത്രമാണ്, അവരുടെ ആ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അറിഞ്ഞ കാര്യം മാത്രമാണ്. അത് യഥാർത്ഥ ഈശ്വരജ്ഞാനം ആകണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കിട്ടാക്കടം കിട്ടാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ്. ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളി ചീറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറി നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മയെ വാഗൊണ്ട് വിളിച്ചു ചൊല്ലി കിട്ടാക്കടം ഇത്രയുണ്ട്, അത് മേടിച്ചു തരണം, കിട്ടിക്കഴിയുമ്പം അമ്മയ്ക്ക് അവിടെ വന്നൊരു 6 നാഴി പായസം കഴിച്ചേക്കാം എന്ന് പറയുക. എന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച പോയി കഴിക്കുക. അങ്ങനെയാണ്. പൈസ കിട്ടിയവരുണ്ട്, ഇവിടെ കൊണ്ട് എനിക്ക് ഒരു ദക്ഷിണ വെച്ചിട്ട് പോയി ഞാൻ വേണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ, അതെങ്ങനെ കിട്ടിയവരാണ്. ഇതൊക്കെ ചെയ്ത് അനുഭവത്തിൽ വന്ന കാര്യമല്ല, അത് ചുമ്മാ അവിടെ പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യമൊന്നുമല്ല, അനുഭവം ഉണ്ടായ കാര്യമാണ്. അപ്പോൾ അതുപോലെ ചെയ്ത അനുഭവമാകും, അതുപോലെ ചെയ്തില്ലേ അനുഭവം ആകത്തില്ല. ആ വിശ്വാസത്തോടെ ചെയ്യണം. ഭദ്രകാളിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കിട്ടാക്കടം കിട്ടാൻ ഒന്നാമത്തെ കാര്യം ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. അത് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം, എങ്കിലേ അത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊരു വിശ്വാസം വേണം അത് കിട്ടും. കിട്ടാൻ പോകുന്നത് വിചാരിച്ചാൽ കിട്ടത്തില്ല. ശരിയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്. ഒന്ന്, നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ആ പൈസ കിട്ടും. 2, നിങ്ങളിപ്പം ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുന്നെങ്കിൽ ഭദ്രകാളിയെ വിശ്വസിക്കണം, കിട്ടും. അപ്പം കുളിച്ചീറനോടെ വെള്ളിയാഴ്ച വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ കുളിച്ചീറനോടെ കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് കുളിമുറി എന്നുകൊണ്ട് എനിക്ക് ഈ കിട്ടാക്കടം വ്യക്തമായിട്ട് അമ്മയോട് പറയണം. വാഗൊണ്ട് വിളിച്ചു ചൊല്ലി, അമ്മ എനിക്ക് ഇത്ര പൈസ ഇന്ന ആളിൽ നിന്ന് കിട്ടാനുണ്ട്, അത് മേടിച്ചു തരണം. കിട്ടിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്ന് അമ്മയുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലെ അമ്മയുടെ പേര് വിളിച്ച് വേണം പറയാം. അവിടെ വന്ന് 6 നാഴി പായസം കഴിച്ചേക്കാം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അന്വേഷിക്കണം, വിശേഷപ്പെട്ട ഏതെങ്കിലും പായസം ഉണ്ടോ, 6 നാഴിയോ 12 നാഴിയോ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എന്നിട്ട് വിശേഷപ്പെട്ട ഏതെങ്കിലും പായസം നേരണം. അത് നടന്നു കഴിയുമ്പോൾ പോയി ചെയ്താൽ മതി. നടന്നു കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ കൊണ്ട് പൈസ തരുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം. വീട്ടിൽ കൊണ്ട് പൈസ തരും, നമ്മളെ വിളിച്ചു തരും. മണ്ണാർശാലയിൽ പോയി അവിടെ നിലവറയുടെ അവിടെ നിന്ന് ഈ കാര്യം പറഞ്ഞ് ഒരു നിലവറ പായസം അങ്ങ് നേരണം. നടന്നു കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറയുക. അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങ് ചെയ്തേക്കുക. നിങ്ങൾ ശരിക്കും നാഗരാജാവിനെ വിശ്വസിച്ചാൽ അത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് പൈസ തരും. നിങ്ങളുടെ നാഗരാജാവിനെ നിങ്ങൾക്ക് സംശയത്തോടാണ് വിളിക്കുന്നതെങ്കിൽ കിട്ടുമോ, അല്ലെ ചിലപ്പം കിട്ടുമായിരിക്കും, എങ്ങനെ കിട്ടാനാ, അല്ലെ ഞാനിപ്പം പറഞ്ഞാൽ പറഞ്ഞാൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നാഗരാജാവിനെ പൂർണ്ണ വിശ്വാസത്തിലാണ് നിലവറ പായസം നേർന്നിട്ട് അങ്ങ് നടത്തുക. ഒരു ദിവസം നേർന്നിട്ട് അടുത്ത ദിവസം പോയി അങ്ങ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി അങ്ങ് ചെയ്യുക. നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ നാഗരാജാവിനെ നമ്മളൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടത്തില്ല. ചെയ്യുക, മറക്കുക, അവിടെ വിശ്വസിക്കുക, അവിടെ മേടിച്ച് വന്നോളൂ എന്നുള്ളൊരു വിശ്വാസം അത് ഉറച്ചതാണെങ്കിൽ വീട്ടിൽ കൊണ്ട് പൈസ തരും. നമ്മളെ വിളിച്ചിട്ട് ചേട്ടാ എന്നാ പൈസ. അപ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും. നിങ്ങൾ എത്രമാത്രം ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന പോലെ ഇരിക്കും. അത് വേണമെങ്കിൽ ചെയ്യാം. ഇനിയും അടുത്ത കാര്യം, നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കിടന്നിട്ട് ഇടത് സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ട് ശിവായ നമ എന്ന് മനസ്സിൽ ജപിച്ച് ഭഗവാൻ എനിക്ക് പൈസ മേടിച്ച് തരണമെന്ന് പറയുക. എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, കിടന്നുറങ്ങുക. നിത്യേന ഇങ്ങനെ ചെയ്യുക, പൈസ കിട്ടും. ഇതെല്ലാം വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഫലിക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും ഫലിക്കത്തില്ല. നിങ്ങൾ തന്നെ ആദ്യം വിശ്വസിക്കണം. പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് വിശ്വസിക്കണം. അല്ലെ ചിലരുടെയൊക്കെ വിചാരം പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ അവർ സംസാരിക്കുന്നത്, പേടിച്ച്. അങ്ങനെയുള്ളപ്പോൾ പൈസ എങ്ങനെ കിട്ടാനാണ്? ആദ്യം അവനവനൊരു ആത്മവിശ്വാസം വേണം. 1. 2, നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം. 2, ആ ചെയ്യുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനിലുള്ള വിശ്വാസം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിത്യേന വൈകിട്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം,
വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് വടക്കോട്ട് നോക്കിയിരുന്ന്, കിടക്കപ്പ ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇടതു മൂക്കിൽ കൂടി നമശിവായ ക്ലെയിം നമശിവായ എന്ന് മനസ്സ് ജപിച്ച് നീട്ടിവിടുക. 3 തവണ ചെയ്യുക. എന്നിട്ട് ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ശിവഭഗവാനോട് ഈ പൈസ മേടിച്ചു തരണമെന്ന് പറയുക. പൈസ കിട്ടിക്കഴിയുമ്പോൾ 11 തിങ്കളാഴ്ച 11 ആദ്യ തിങ്കളാഴ്ച ഭഗവാന് ഞാൻ പാൽപ്പായസം കഴിച്ചേക്കാമെന്ന് പറയുക. മാസത്തിൽ 1 വീതം. മനസ്സിലായില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. 11 തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ 3 തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ 4 തിങ്കളാഴ്ചയോ മലയാള മാസം ആദ്യ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ മതി. മാസത്തിൽ 1 വീതം ഭഗവാന് പാൽപ്പായസം നിങ്ങൾക്ക് കിട്ടാനുള്ള എമൗണ്ടിനനുസരിച്ച് പറയുക. വലിയ തുകയൊക്കെയാണ് 11 തിങ്കളാഴ്ച. മലയാള മാസം ആദ്യ തിങ്കൾ, മലയാള മാസം ആദ്യ 11 തിങ്കളാഴ്ച ഭഗവാന് പാൽപ്പായസം ചെയ്തേക്കാം. പിൻവിളക്കൂടെ ചെയ്തേക്കാം. പാർവതിക്ക് പിൻവിളക്കൂടെ ചെയ്തേക്കാം എന്ന് പറയാം. ഈ നിത്യേന വഴിപാട് ഒരു പ്രാവശ്യം നേർന്നാൽ മതി. ഈ വിദ്യ നിത്യേന ചെയ്തിട്ട് പണം മേടിച്ചു തരണമെന്ന് പറയുക. കിടക്കാൻ നേരത്ത് വടക്കോട്ട് തിരിഞ്ഞ്. ഇതിലേതെങ്കിലുമൊക്കെ വിദ്യ നിങ്ങൾ ചെയ്താൽ മതി. ഏതെങ്കിലും ശാസ്ത്രവിദ്യ ആദ്യം പറഞ്ഞ് ചെയ്യുന്നത് നല്ലതാണ്. അതെല്ലാവർക്കും ചെയ്യാം. ബാക്കി പറഞ്ഞ വഴിപാടുകളെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല. ഇപ്പം ഭദ്രകാളിക്ക് പറ്റുന്നവർ ഭദ്രകാളിക്ക് ചെയ്യുക. ശിവവിദ്യ വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. കിടക്കാൻ നേരത്ത് ചെയ്യാവുന്ന 2 ശിവവിദ്യ പറഞ്ഞിട്ടുണ്ട്. ശിവായ നമയം, നമശിവായ ക്ലീം നമശിവായ. അതിലേതെങ്കിലും ഒന്ന് പറ്റുന്ന പോലെ ചെയ്യുക. എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല. പിന്നെ ആദ്യം പറഞ്ഞ ശാസ്ത്രവിദ്യ എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാമ്പത്തികപരമായിട്ട് ഒരു കിട്ടാക്കടങ്ങൾ കിട്ടാനൊക്കെ പലർക്കും അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ. അപ്പോൾ ആ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ വിളിച്ച് സംസാരിക്കുകയോ ഒക്കെ വേണം. ആ ഒരു പ്രവർത്തനം കൂടെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് കൂടെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം കൂടെ ചെയ്യണം. അപ്പോൾ ഈശ്വരൻ പാതി, നമ്മളും പാതി. ഈശ്വരൻ്റെ പാതി ആ ഈശ്വരൻ തരുമ്പോൾ നമ്മുടെ പാതി നമ്മൾ പ്രവർത്തിക്കണം. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ ഭക്ഷണം വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. അത് കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. എല്ലാ പക്ഷികൾക്കും ഈശ്വരൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ ഒന്നിൻ്റെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കത്തില്ല. അത് ഭക്ഷണം കണ്ടെത്താനുള്ള ബുദ്ധിയാണ് പക്ഷികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട് ഭക്ഷണം കണ്ടെത്താൻ, ജീവിക്കാനൊക്കെ. പക്ഷേ അത് നമ്മൾ കണ്ടെത്തുകയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്. എന്ന് വെച്ചാൽ പകുതി നമ്മൾ പ്രവർത്തിക്കണം, പകുതി ഈശ്വരൻ നമുക്ക് അതിനുള്ള ബുദ്ധി തരും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.